നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വലിയ വിജയം നേടിയ ഫേമസ് സിനിമകൾക്ക് പിന്നിലെ നമ്മൾ അറിയാതെ പോയ ചില ബ്ലാസ്റ്റ് സ്റ്റോറീസിനെ പറ്റിയാണ്. ലിസ്റ്റിലായിട്ടേത് ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയാണ്. സിദ്ദിഖ് ലാൽ ഡയറക്ട് ചെയ്ത ഈ ഒരു സിനിമ വളരെ വലിയൊരു വിജയമായിരുന്നു. മലയാളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തിയേറ്റർ റൺ കിട്ടിയ സിനിമകളിലൊന്നാണ് ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ. സ്റ്റോറി ആയാലും കോമഡി ആയാലും പാട്ടായാലും എല്ലാം കൊണ്ടും മികച്ച സിനിമയാണ്. ഇന്നും വളരെ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. 2009 ഇൻ ഹരിഹർ നഗർ 2 ഇറങ്ങി. ആദ്യ ഭാഗത്തിന്റെ അത്ര ആയില്ലെങ്കിലും ഇതും വിജയം നേടിയ സിനിമയാണ്. 2010 ഇൻ ഗോസ്റ്റ് ഹൗസ് എന്ന പേരിൽ ഇതിന്റെ 3rd പാർട്ടും ഇറങ്ങി. ഇതും വലിയൊരു വിജയമായിരുന്നു. ആദ്യ സിനിമ ഡയറക്ട് ചെയ്തത് സിദ്ദിഖ് ലാൽ ആയിരുന്നു. 2-3 സിനിമകൾ ഡയറക്ട് ചെയ്തത് ലാലായിരുന്നു. എന്നാൽ ഇതൊന്നും അല്ലാതെ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയ്ക്ക് ഒരു സീക്വൽ കൂടി വന്നിരുന്നു. ഇതാരും അറിഞ്ഞിട്ടില്ല. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ സിദ്ദിഖ് ലാൽ ആയിരുന്നില്ല, മറ്റൊരു ഡയറക്ടർ ആയിരുന്നു. ആ ഒരു സിനിമയാണ് 2015 പുറത്തിറങ്ങിയ ജോൺ ഹോനായി എന്ന സിനിമ. ഈ ഒരു സിനിമ മറ്റ് സിനിമകളുമായി യാതൊരു ബന്ധവുമില്ല. ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന സീക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലെ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു സിനിമയായിരിക്കും മലയാളത്തിലെ തന്നെ ആദ്യത്തെ പാരലൽ യൂണിവേഴ്സ്. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിൽ പ്രധാന വില്ലനാണ് ജോൺ ഹോനായി എന്ന ക്യാരക്ടർ. എന്നാൽ ഈ ഒരു സിനിമയിൽ സിദ്ദിഖ് ആയിരുന്നു വില്ലനായ ജോൺ ഹോനായി. ആദ്യ സിനിമയിൽ ജോൺ ഹോനായി ആയ ഋഷഭാവയുടെ ക്യാരക്ടർ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ദേവനാരായണൻ എന്ന ക്യാരക്ടറാണ്. മുകേഷിന്റെ ക്യാരക്ടർ ശ്രീനിവാസൻ എന്ന പോലീസ് ക്യാരക്ടർ ആയിട്ടാണ്. അശോകന്റെ ക്യാരക്ടറിന്റെ പേര് ജോണി എന്നായിരുന്നു. ഈ ഒരു യൂണിവേഴ്സിൽ ജഗദീഷ് വാസുദേവ കമ്മത്ത് എന്ന ഒരു ബാങ്ക് മാനേജർ ആയിരുന്നു. ഈ ഒരു സിനിമ ഇറങ്ങിയത് തന്നെ ആരും അറിഞ്ഞിട്ടില്ല. വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. ഈ ഒരു സിനിമയുടെ സ്റ്റോറിയും ഒരു പാരൽ യൂണിവേഴ്സിൽ നടക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ്. പക്ഷേ ഈ ഒരു സിനിമ മാർക്കറ്റ് ചെയ്തത് ഇൻ ഹരിഹർ നഗറിന്റെ സീക്വൽ എന്ന പേരിലായിരുന്നു. എന്തൊക്കെയായാലും മലയാളത്തിലെ തന്നെ ആദ്യത്തെ പാരൽ യൂണിവേഴ്സ് ഈ ഒരു സിനിമയാണ്. അടുത്തത് ഒരു ഹോളിവുഡ് സിനിമയാണ്. ആ ഒരു സിനിമയാണ് ജിം കാരി നായകനായ 94 പുറത്തിറങ്ങിയ മാസ്ക് എന്ന സിനിമ. ഈ ഒരു സിനിമ ഒരു പക്ഷേ നിങ്ങൾ ടിവിയിലൂടെ കണ്ടിട്ടുണ്ടാവാം. ഈ ഒരു സിനിമ ഒരു കോമഡി സൂപ്പർ ഹീറോ സിനിമയായിരുന്നു. വലിയൊരു വിജയം നേടിയ സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം 2005 ഈ ഒരു സിനിമയ്ക്ക് ഒരു ഡയറക്റ്റ് സീക്വൽ വന്നിരുന്നു. ആ ഒരു സിനിമയായിരുന്നു സൺ ഓഫ് മാസ്ക് എന്ന സിനിമ. ആദ്യ സിനിമയുടെ സീക്വൽ ആണെങ്കിലും പുതിയ നടന്മാരും പുതിയ സ്റ്റോറിയുമാണ്. പേര് സൺ ഓഫ് മാസ്ക് എന്നാണെങ്കിലും ആദ്യ സിനിമയിലെ ക്യാരക്ടറിന്റെ മകന്റെ സ്റ്റോറിയല്ല ഈ ഒരു സിനിമയിലുള്ളത്. ഇത് മറ്റൊരു ക്യാരക്ടറാണ്. 2 സിനിമയും തമ്മിലുള്ള ആകെയുള്ളൊരു കണക്ഷൻ ആ ഒരു മാസ്ക് മാത്രമായിരുന്നു. അടുത്ത സിനിമയാണ് മമ്മൂക്കയുടെ 1988 പുറത്തിറങ്ങിയ ആഗസ്റ്റ് 1 എന്ന സിനിമ. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു. സിബി മലയിലായിരുന്നു ഡയറക്ടർ. സിനിമ വലിയൊരു വിജയം നേടി. ഈ ഒരു സിനിമയിൽ പെരുമാൾ എന്ന ക്യാരക്ടറായിരുന്നു മമ്മൂക്ക അവതരിപ്പിച്ചത്. അത്യാവശ്യം മാസായ ഒരു മികച്ച ക്യാരക്ടറായിരുന്നു. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ SN സ്വാമിയായിരുന്നു. സിനിമ വലിയൊരു വിജയം നേടി. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമയുടെ ഒരു ഡയറക്റ്റ് സെക്കൻഡ് പാർട്ട് വന്നിരുന്നു. SN സ്വാമി തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. പക്ഷേ ഡയറക്ടർ ആദ്യ സിനിമയുടെ ഡയറക്ടറായ സിബി മലയിലായിരുന്നില്ല, ഷാജി കൈലാസ് ആയിരുന്നു. ആ ഒരു സിനിമയാണ് 2011 പുറത്തിറങ്ങിയ ആഗസ്റ്റ് 15 എന്ന സിനിമ. ഈ ഒരു സിനിമ വലിയ രീതിയിൽ ഫ്ലോപ്പായി മാറി. ഇതിനുള്ള പ്രധാന കാരണം സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്നിരുന്നാലും സിനിമയിലെ വില്ലൻ ക്യാരക്ടർ വളരെ മികച്ചതായിരുന്നു. അടുത്തത് ലാലേട്ടന്റെ സിനിമയാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലെ തന്നെ എക്കാലത്തെ മികച്ച ഒരു ക്ലാസിക് സിനിമയാണ് മണിച്ചിത്ര താഴെന്ന സിനിമ. അടുത്ത കാലത്ത് റിലീസ് ചെയ്തപ്പോഴും ഈ ഒരു സിനിമ വലിയൊരു കളക്ഷൻ നേടി. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ഫാസിലായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് ഡയറക്റ്റ് സെക്കൻഡ് പാർട്ടി ഇല്ലെങ്കിലും സിനിമയിലെ മെയിൻ ക്യാരക്ടറായ ഡോക്ടർ സണ്ണി എന്ന ക്യാരക്ടറെ യൂസ് ചെയ്തു ഒരു സ്പിൻ ഓഫ് സിനിമ ഇറക്കിയിരുന്നു. ആ ഒരു സിനിമയാണ് 2013 പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ പ്രിയദർശനായിരുന്നു. ഡോക്ടർ സണ്ണി എന്ന ക്യാരക്ടറായി ലാലേട്ട മാത്രമല്ല ഈ ഒരു സിനിമയിൽ നകുലൻ എന്ന ക്യാരക്ടറായി സുരേഷ് ഗോപിയും ഒരു ക്യാമിയോ റോളിൽ വരുന്നു. എന്തൊക്കെയായാലും ഈ ഒരു സിനിമ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. വളരെ വീക്ക് സ്ക്രിപ്റ്റ് ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലെ എലോൺ എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാ. മലയാളത്തിലെ എലോൺ അല്ല, എലോൺ എന്ന ഒരു തായ് സിനിമ വിജയമായിരുന്നു. ഈ ഒരു സിനിമ ഫ്ലോപ്പ് ആയിരുന്നു. അടുത്ത സിനിമയാണ് പടികം എന്ന സിനിമ. ലാലേട്ടന്റെ തന്നെ വളരെ ഫാൻ ബേസ് ഉള്ള മികച്ചൊരു ക്ലാസിക് സിനിമയാണ് പടികം എന്ന സിനിമ. ഈ ഒരു സിനിമയും അടുത്ത കാലത്ത് റിലീസ് ചെയ്തിരുന്നു. വലിയൊരു കളക്ഷൻ നേടി. വളരെ റിപ്പീറ്റ് വാല്യൂ ഉള്ള വളരെ ഫാൻ ബേസ് ഉള്ള സിനിമയാണ് പടികം എന്ന സിനിമ. പടികം സിനിമയുടെ ഡയറക്ടർ ഭദ്രനായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്ന് ആ ഒരു ടൈമിൽ തന്നെ ഡയറക്ടറോട്
ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇല്ല എന്നായിരുന്നു ഉത്തരം. സിനിമ ഇറങ്ങി 2 വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കിയാൽ ഇതിന്റെ പ്രതിഫലമായി താൻ ഉപയോഗിക്കുന്ന ലക്ഷറി ബെൻസ് കാർ തരാമെന്ന് പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞ ഉത്തരം എന്തെന്നാൽ, സ്ഫടികം എന്ന സിനിമ കംപ്ലീറ്റ് ആയി, സെക്കൻഡ് പാർട്ട് ഇറക്കാൻ വേണ്ടി ഇനി ആ സിനിമയ്ക്ക് ഒരു സ്റ്റോറി ഇല്ല. സ്ഫടികം എന്ന സിനിമയിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഗുണ്ടയായ സ്വയം ചെകുത്താനായി കരുതിയിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഇങ്ങനെയാവാൻ കാരണം നമുക്കറിയാം, ഈ ഒരു ക്യാരക്ടറിന്റെ അച്ഛനായ ചാമ്പോ മാഷ് എന്ന ക്യാരക്ടറായിരുന്നു. ചെറുപ്പം മുതലേ ഉള്ള അവഗണനയും മറ്റു കുട്ടികളുമായി കമ്പാരിസണും എല്ലാമായി ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയായി മാറും. ഈ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞ് അപ്പൻ ക്യാരക്ടർ തന്നെ ചെകുത്താൻ എന്ന പേര് മാറ്റി സ്ഫടികം എന്നാക്കുന്നു. അതായത് മകനെ അംഗീകരിച്ചു. അന്ന് മുതൽ ഈ ഒരു ക്യാരക്ടർ പുതിയൊരു ക്യാരക്ടറായി ചെകുത്താൻ മാറി ഒരു സ്ഫടികമായി മാറിക്കഴിഞ്ഞു. പിന്നീട് ഈ ഒരു ക്യാരക്ടറിന് പുതിയൊരു ജീവിതമായിരുന്നു. ഇനി ഒരിക്കലും ഫൈറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനും പോകില്ല. ക്ലൈമാക്സിൽ നമ്മൾ കാണുന്ന ഫൈറ്റ് നമുക്കറിയാം, അത് ഫാദർ ക്യാരക്ടറെ കൊന്നതുകൊണ്ടാണ്. അങ്ങനെ മൊത്തത്തിൽ ചെകുത്താൻ എന്ന ക്യാരക്ടർ സ്ഫടികമായി മാറിക്കഴിഞ്ഞു. അവിടെ സിനിമ എൻഡായി. സെക്കൻഡ് പാർട്ട് ഇറക്കാൻ കഥയില്ല. അങ്ങനെ ക്ലൈമാക്സിൽ ഒരു സ്ഫടികമായി മാറിയ ക്യാരക്ടർ വീണ്ടും ചെകുത്താനായി വന്ന് ഫൈറ്റ് ചെയ്യുന്നത് കാണിച്ചാൽ അതൊരിക്കലും മാച്ച് ആവില്ല. ആദ്യ സിനിമയുടെ വില പോവുകയും ചെയ്യും. ഇതാണ് ഡയറക്ടർ പറയുന്നത്. ചെകുത്താനെ സ്ഫടികമാക്കിയ ആ കഥയിൽ ഇനി എന്തൊരു കഥയാണ്? കഥ അവിടെ തീർന്നില്ലേ? നമ്മൾ വീണ്ടും അതിന്റെ പറയാൻ പാടില്ല. വർഷങ്ങൾക്ക് ശേഷം 2019 മറ്റൊരു ഡയറക്ടർ സ്ഫടികം 2 അനൗൺസ് ചെയ്തു. നിങ്ങൾക്ക് അറിയാതിരിക്കാം, ഈ ഒരു ന്യൂസ് വളരെ ട്രെൻഡായിരുന്നു. സ്ഫടികം 2 ഇരുമ്പൻ എന്നായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് പേരിട്ടത്. ഒറിജിനൽ സിനിമയുടെ കോപ്പിറൈറ്റ് വരില്ലേ എന്ന് ചോദിച്ചാൽ, സ്ഫടികം 2 ഇരുമ്പൻ എന്ന സിനിമ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആട് തോമ എന്നൊരു വ്യക്തിയുടെ മകൻ ഇരുമ്പൻ സണ്ണി എന്നൊരു ക്യാരക്ടറിന്റെ സ്റ്റോറി ആയിട്ടായിരുന്നു എടുക്കാൻ ഉദ്ദേശിച്ചത്. ഒറിജിനൽ സിനിമയുടെ റെഫറൻസ് ഇല്ലാതെ അങ്ങനെ എടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ സിനിമയുടെ പേരിന് അതിന് ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ വേണമെങ്കിൽ സെക്കൻഡ് ടൈറ്റിൽ യൂസ് ചെയ്താൽ അതും മറികടക്കാൻ കഴിയും. ഇരുമ്പൻ എന്ന പേര് യൂസ് ചെയ്താൽ ആ ഒരു ടൈറ്റിലിൽ അങ്ങനെ നിർമ്മിക്കാൻ കഴിയും. അങ്ങനെ സിനിമയുടെ ടീസർ പുറത്തുവിട്ടു. സ്ഫടികം 2 ഇരുമ്പൻ എന്നായിരുന്നു പേര്. ഈ ഒരു ടീസറിന് വലിയൊരു നെഗറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയത്. മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ടീസർ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണും. ഇതുവരെ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. അടുത്ത സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമ. ഇത് നിങ്ങൾക്ക് അറിയാതിരിക്കാം. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമ വലിയൊരു വിജയം നേടി. സിദ്ദിഖ് ലാൽ ആയിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. 89 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 95 മാന്നാർ മത്തായി എന്ന സെക്കൻഡ് പാർട്ട് ഇറങ്ങി. ഈ ഒരു സിനിമയും വലിയൊരു വിജയമായിരുന്നു. സിദ്ദിഖ് ലാലിന്റെ മേൽനോട്ടത്തിൽ മറ്റൊരു ഡയറക്ടറായിരുന്നു ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത്. ഈ ഒരു സിനിമയും വലിയൊരു വിജയം നേടി. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു ഡയറക്ടർ മാന്നാർ മത്തായി 2 എന്ന സിനിമ പുറത്തിറക്കി. ഈ ഒരു സിനിമ 2014 പുറത്തിറങ്ങി. സിനിമ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. പ്രധാന കാരണം സ്ക്രിപ്റ്റ് ആയിരുന്നു. മാന്നാർ മത്തായി എന്ന സിനിമയുടെ ഒരു ഡയറക്റ്റ് സീക്വലായിരുന്നു ഈ ഒരു സിനിമ. പക്ഷേ സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെ വീക്കായിരുന്നു. റാംജി റാവു എന്ന വില്ലൻ ഈ ഒരു സിനിമയിൽ ഒരു പള്ളിയിലെ അച്ഛനായി മാറി. ഈ ഒരു സിനിമയിൽ റാംജി റാവുവിന്റെ മകളുടെ ക്യാരക്ടറും വരുന്നു. ഈ സിനിമയിലെ വില്ലൻ മാന്നാർ മത്തായിയിലെ വില്ലനായ ബിജു മേനോൻ തന്നെയാണ്. ബിജു മേനോൻ ഈ സിനിമയിൽ ഡബിൾ റോളാണ്. ഒരു ബിജു മേനോൻ കിളിപോയ ഒരു ക്യാരക്ടർ, രണ്ടാമത്തെ ബിജു മേനോൻ വലിയൊരു വില്ലനാണ്. അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഒരു സ്റ്റോറി. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ചാൻസും വെച്ചിരുന്നു. ആദ്യ 2 സിനിമകളുടെ വില കളയുന്ന തരത്തിലായിരുന്നു ഈ ഒരു സിനിമ. അടുത്ത സിനിമയാണ് 90 പുറത്തിറങ്ങിയ മമ്മൂക്കയുടെ സാമ്രാജ്യം എന്ന സിനിമ. ഈ ഒരു സിനിമ വലിയൊരു വിജയം നേടി. മമ്മൂക്കയുടെ തന്നെ മാസ് ക്യാരക്ടേഴ്സിലൊന്നാണ് അലക്സാണ്ടർ എന്ന ക്യാരക്ടർ. വളരെ ഫാൻ ബേസ് ഉള്ള ഒരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമയ്ക്കും ഒരു സെക്കൻഡ് പാർട്ട് വന്നിരുന്നു. ഈ ഒരു സിനിമയിൽ മമ്മൂക്കയുടെ മകന്റെ ക്യാരക്ടറാണ്. ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് 2015 സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ എന്നായിരുന്നു ഈ ഒരു സിനിമയുടെ പേര്. നായകനായി വന്നത് ഉണ്ണി മൂന്നനായിരുന്നു. തേരരസ് എന്ന തമിഴ് ഡയറക്ടറായിരുന്നു ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത്. തിരുപ്പാച്ചി തിരുപ്പതി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഡയറക്ടറായിരുന്നു. സിനിമ വലിയൊരു ഫ്ലോപ്പായിരുന്നു. ഒരു സീരിയൽ ലെവൽ ക്വാളിറ്റി ആയിരുന്നു. സിനിമ ഇറങ്ങിയത് തന്നെ ആരും അറിഞ്ഞില്ല. അടുത്ത സിനിമയാണ് 2004 പുറത്തിറങ്ങിയ റൺവേ എന്ന സിനിമ. മലയാളത്തിലെ തന്നെ മികച്ച മാസ് സിനിമകളിലൊന്നാണ് റൺവേ എന്ന സിനിമ. വളരെ ഫാൻ ബേസ് ഉള്ള ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ വലിയൊരു വിജയം നേടി. ശേഷം ഈ സിനിമയ്ക്ക് തെലുങ്കിലേക്ക് റീമേക്ക് വന്നിരുന്നു. നായകഡു എന്നായിരുന്നു പേര്. രാജശേഖർ എന്ന നടനായിരുന്നു പരമശിവൻ ക്യാരക്ടറെ അവതരിപ്പിച്ചത്. സിനിമ വലിയൊരു ഫ്ലോപ്പായിരുന്നു.